ഹലോ വെൽക്കം ടു ചാനൽ. സെൽഫ് എനുമറേഷൻ ചെയ്യാൻ നമുക്ക് ഇനി കുറച്ച് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് ജൂൺ 30 വരെയാണ് അതിന്റെ സമയമുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രദ്ധിക്കുക. സെൽഫ് എനുമറേഷൻ നമ്മുടെ സെൻസസിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് നടത്തുന്ന സർവേ ആണ്. അപ്പോൾ അതിന്റെ എല്ലാവരും ഭാഗമാക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എനുമറേറ്റേഴ്സ് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവരായിട്ട് സഹകരിക്കുക. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് ശേഷം അവർ അതെല്ലാം നോട്ട് ഡൗൺ ചെയ്തിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ലാസ്റ്റ് അതിന്റെ പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്കൊരു 12 ഡിജിറ്റ് നമ്പർ കിട്ടും, വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ നമ്പർ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ഡൺ, കഴിഞ്ഞു. അപ്പൊ സിമ്പിൾ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് സ്വയമേ ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് സ്വയമേ ചെയ്തു നോക്കാം. അതിനൊരു ഫോൺ മാത്രം മതി. നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ. ആ ഫോൺ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഫോണും നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു OTP വരും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ നമ്മുടെ വീട്ടിൽ നാഥയോ നാഥന്റെയോ അതിന്റെ നമ്പർ നമുക്ക് OTP വന്നാൽ മെസ്സേജ് വന്നാൽ അത് കിട്ടാൻ പറ്റുന്ന ആരുടെ നമ്പറാണ് ഉള്ളത് അത് അതിനകത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിന്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. എന്നിട്ട് അവർ വരുമ്പോൾ ആ നമ്പർ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ 2027 സെൻസസിന്റെ ഭാഗമാകാം. എത്രയും പെട്ടെന്ന് എല്ലാവരും ചെയ്യുക. ജൂലൈ 1 തൊട്ട് അവർ നമ്മുടെ വീടുകളിൽ വരും, എനുമറേറ്റേഴ്സ് വരും. അപ്പൊ അതിനു മുമ്പ് തന്നെ നമ്മുടെ ഈ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. എന്നാലാണ് നമുക്ക് ഈ എനുമറേറ്റേഴ്സിന് ഈ നമ്പർ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ചെയ്യാൻ ജൂൺ 30 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പറ്റത്തില്ല. അപ്പൊ മോർണിംഗ് 6 o'clock തൊട്ട് ഈവനിങ് ഒരു 12 വരെയാണ് ഇതിന്റെ സൈറ്റ് ഓപ്പൺ ആയിരിക്കുക. പിന്നെ 12-ന് ശേഷം സൈറ്റ് ഡൗൺ ആയിരിക്കും, ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ മോർണിംഗ് 6 മണി ആവണം. 6 മണി ആവുമ്പോഴാണ് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. 11 മണിക്ക് 11:30-ക്ക് ശേഷമൊക്കെ ചെയ്യാനിരിക്കുന്നവർ കുറച്ചും കൂടി ഒന്ന് ഏർലിയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. ടൈം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കുക. ഇത് എത്രയും പെട്ടെന്ന് എല്ലാവരും ചെയ്യാൻ നോക്കുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനുമറേറ്റേഴ്സ് ആയിട്ട് സഹകരിക്കുക. നമ്മുടെ ഇത് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ടൈം സേവ് ചെയ്യാൻ പറ്റും. അവർ വരുമ്പോൾ അവരുടെയും ടൈം സേവ് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇല്ലെങ്കിലും ഈ നമ്പർ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ മതി. അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നമ്മുടെ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല. അല്ലെ, നമ്മുടെ വീട്ടിൽ പ്രായമായ ആൾക്കാരുണ്ടാവും, അല്ലെ? അപ്പോൾ നമ്മൾ വീട്ടിലില്ലെങ്കിലും അവരുടെ കയ്യിൽ ഈ നമ്പർ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഈ നമ്പർ അവർക്ക് ഒരു പേപ്പറിൽ എഴുതി കൊടുത്തിട്ട് പോയാലും മതി, അവർക്കത് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ ചോദിക്കുമ്പോൾ ഓർമ്മ വരണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ നോക്കാൻ നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കും, അവർക്ക് നമ്മുടെ ഡീറ്റെയിൽസ് അറിയണമെന്നില്ല. അങ്ങനെ പല പല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വൈ നോട്ട് ഒരു 5 to 10 minutes നമ്മുടെ ഒരു ടൈമിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് നമ്മുടെ എനുമറേഷൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് പോലെയല്ലേ, നമ്മുടെയും വർക്ക് കുറയ്ക്കാം, വരുന്നവരുടെയും വർക്ക് കുറയ്ക്കാം. ചിലപ്പോൾ നമ്മൾ ബിസി ടൈമിലേക്ക് ചിലപ്പോൾ നമ്മൾ എല്ലായിടത്തും പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് അവർ വരുന്നതെങ്കിൽ നമുക്കൊരു ഡിഫിക്കൽറ്റിയാണ്. പിന്നെ അവർ പിന്നെ വരും. അവരുടെ ടൈം അതും പ്രഷ്യസ് ആണ്, നമ്മുടെ ടൈമും അതും പ്രഷ്യസ് ആണ്, അല്ലേ? അപ്പൊ നമുക്ക് രണ്ടുപേരെയും നമുക്ക് കേറ്റർ ചെയ്യാം. രണ്ടുപേരുടെയും ടൈമിൽ നമുക്ക് പ്രയോറിറ്റി കൊടുക്കാം. അപ്പോൾ ഹെൽപ്പ് ഈച്ച് അതർ, സ്റ്റേ വിത്ത് ഈച്ച് അതർ. അപ്പോൾ നമുക്ക് നമ്മുടെ എനുമറേഷനിലേക്ക് പോയാലോ? നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് ചെയ്തേക്കാം, അല്ലേ? സോ സ്റ്റേ ട്യൂൺ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ തന്നെ അങ്ങ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ സെൽഫ് എനുമറേഷൻ എന്ന് നമ്മൾ സെൽഫ് എന്ന് അടിക്കുമ്പോൾ തന്നെ ബാക്കി അതിനകത്ത് വരും. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാം se.census.gov.in. ഇത് കൊടുത്തു കഴിയുമ്പോൾ സെൻസസിൻ്റെ സൈറ്റിലേക്ക് പോകും. അവിടെ നമ്മുടെ കാര്യങ്ങൾ ആദ്യമേ നമ്മുടെ സ്റ്റേറ്റ് കൊടുക്കുക. യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അത് കൊടുക്കുക. അത് കഴിഞ്ഞ് സ്റ്റേറ്റിൻ്റെ നമ്മുടെ കേരളമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കേരള കൊടുത്തതിന് ശേഷം നമ്മുടെ ക്യാപ്ച അവിടെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ആ സെയിം ക്യാപ്ചാൻ അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെരിഫൈ ആൻഡ് പ്രൊസീഡ്. അതാണ് നമുക്ക് ഫസ്റ്റ് ആദ്യമേ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ്. വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു മെനു വരും. നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോവുകയാണ്, സെൻസസിൻ്റെ ഡേറ്റ കളക്ഷനിലേക്ക് പോവുകയാണ് എന്നാണ് ഒരു ഇത്. നമ്മൾ ഓക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് മെനു ഇതിങ്ങനെയാണ് വരിക. കേരള ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, അതങ്ങനെ തന്നെ എനേബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് കൊടുക്കേണ്ടത് പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബ ഹെഡ് ഓഫ് ദ ഫാമിലിയുടെ പേരാണ് കൊടുക്കാൻ പറയുന്നത്. അത് നാഥനാവാം ഹൗസ് ഹോൾഡിൻ്റെ ഏതാണ് ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പേര് കൊടുക്കുന്നു, നമ്മുടെ ഹെഡ് ഓഫ് ദ ഫാമിലിയുടെ പേര് കൊടുക്കുന്നു. അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ ഏറ്റവും റീച്ചബിൾ, കാരണം ഇതിനകത്ത് OTP വരും. ആ OTP നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം. പിന്നെ നമ്മുടെ ഇമെയിൽ ID അത് ഓപ്ഷണലാണ്, പക്ഷെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്.
കൊടുത്തു കഴിഞ്ഞാൽ അത് വെരിഫിക്കേഷൻ ചോദിക്കും, വെരിഫൈ കൊടുക്കുക. അപ്പോൾ OTP നമ്മുടെ ഫോണിലേക്ക് നമ്മൾ കൊടുത്ത നമ്പറിലേക്ക് വരും. ആ OTP നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് വെരിഫൈ OTP എന്നുള്ളൊരു സംഭവം വരും. അതിന് ലാംഗ്വേജ് അവർ ചോദിക്കുന്നുണ്ട്, നമുക്ക് മലയാളം തന്നെ അങ്ങ് കൊടുക്കാം. അപ്പോൾ മലയാളത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. നിങ്ങൾക്ക് ഇംഗ്ലീഷോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് നിങ്ങൾക്ക് പ്രിഫറബിൾ ആണെങ്കിൽ അത് കൊടുക്കാം. ഞാനിവിടെ മലയാളമാണ് കൊടുത്തേക്കുന്നത്. മലയാളത്തിലേക്ക് നമ്മൾ എൻ്റർ ആവുന്നു. അതിനുശേഷം ഇങ്ങനൊരു സ്ക്രീനാണ് വരുന്നത്. അത് നമ്മൾ ഓക്കെ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ ലൊക്കേഷൻ ആദ്യമേ അവർ പറയും, നമ്മുടെ വീടിരിക്കുന്ന ലൊക്കേഷനാണ് നമ്മൾ ഈ മാപ്പിൽ നമ്മൾ അത് കാണിച്ചു കൊടുക്കുന്നത്. അത് നമ്മൾ 2 കൈയിലൂടെ ഡ്രാഗ് ചെയ്ത് ആ സ്പോട്ടിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് അവർ കൺഫർമേഷൻ ചോദിക്കുന്നതാണ്. അത് നമ്മൾ ഓക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മെനുവിലേക്ക് വരും. നമ്മൾ കേരളയിലെ ഏത് ജില്ലയാണെന്ന് ചോദിക്കുന്നു. എറണാകുളം കൊടുത്തു. നമ്മുടെ പിൻകോഡും അടിച്ചു കൊടുക്കുക. അതിന് ശേഷം അവർ ചോദിക്കുന്നത് ഏറ്റവും നിയറസ്റ്റ് നമ്മുടെ മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ വീടിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ഏതാണോ ലാൻഡ്മാർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക അത് കൊടുക്കുക. ഏറ്റവും നിയറസ്റ്റ് ലാൻഡ്മാർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുക ആ ലാൻഡ്മാർക്കിൽ നമ്മൾ ഏറ്റവും നിയറസ്റ്റ് നമ്മുടെ വീടിരിക്കുന്നതിൻ്റെ ഏറ്റവും നിയറസ്റ്റ് പ്ലേസിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോകുക. അവിടെ നിന്ന് നമ്മൾ ഈ ഒരു യെല്ലോ സ്പോട്ട് കണ്ടില്ലേ, അവിടെ നിന്ന് പയ്യെ നമ്മളത് കൈ കൊണ്ട് 2 വിരലും കൊണ്ട് സൂം ചെയ്ത് നമ്മുടെ വീട് എവിടെയാണോ ഇരിക്കുന്നത് ഏകദേശം അതിൻ്റെ ഇപ്പോൾ എക്സാക്റ്റ് എത്തിയില്ലെങ്കിലും നിയർ ബൈ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കുഴപ്പമില്ല, എന്നാലും ഏറ്റവും നിയറസ്റ്റ് സ്പോട്ടിൽ നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുന്നത് അതാണ് നമ്മുടെ ലാൻഡ്മാർക്ക് ലൊക്കേഷൻ വന്നിരിക്കുക. അവിടെയാണ് നമ്മൾ റെഡ് ഒരു ബലൂൺ കണ്ടില്ലേ, ആ ബലൂൺ അവിടെ സ്പോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അവിടെ നമ്മുടെ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും എല്ലാം ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സ്ക്രീനിൽ. അപ്പോൾ അത് നമ്മുടെ ഒരു നീല ഇത് കണ്ടില്ല, അതിനകത്ത് ഓക്കെ ചെയ്ത് കൊടുക്കുക, സ്ഥിരീകരിക്കുക എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്ത് അപ്പുറത്തേക്ക് പോവുക നെക്സ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്നതിന് ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് എല്ലാമാണ് ഡിസ്പ്ലേ ചെയ്ത് വന്നേക്കുന്നത്. അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ പച്ച കാണുന്നതിലേക്ക് അടുത്തിൽ വേണം എന്ന് കൊടുത്ത് അടുത്ത സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. വീടിൻ്റെ വിശദാംശങ്ങളാണ് ചോദിക്കുന്നത്, അതായത് ഡീറ്റെയിൽസ്. നമ്മുടെ വീടിൻ്റെ നിലം എങ്ങനത്തെയാണ്, നിലത്തിൽ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്, മണ്ണാണോ മരമാണോ കല്ലാണോ സിമെൻ്റ് ആണോ, അതിനെക്കുറിച്ച് നമ്മുടെ ഏതാണോ നമ്മുടെ വീട് നമ്മളിപ്പോൾ പ്രസൻ്റ്ലി താമസിക്കുന്ന വീടിൻ്റെ ഏതാണോ അത് നമ്മൾ ജസ്റ്റ് ആ കുഞ്ഞു ബോക്സില്ലേ അതിലേക്ക് ഒന്ന് തൊട്ട് കൊടുക്കുക. അപ്പോൾ അത് റെക്കോർഡായിക്കോളും. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ടൈൽസാണ്. അപ്പോൾ ടൈലൊന്ന് നമ്മൾ അത് ഞെക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് റെക്കോർഡാവും. അതിന് ശേഷം അത് റെക്കോർഡായി ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ വീടിൻ്റെ ഭിത്തിക്ക് ഉപയോഗിച്ച പ്രധാന സാമഗ്രി എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ സിമെൻറ്റും കട്ടകളും ഒക്കെയാണ് പൂശിയിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇതിനകത്ത് ഏതാ ഓപ്ഷനാണ് വരുന്നത്, ആ ഓപ്ഷനിലേക്ക് നമ്മൾ പോവാണ്. ആ ഓപ്ഷൻ അതേപോലെ തന്നെ ടിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ഭിത്തിയിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, കോൺക്രീറ്റ് ആണോ മറ്റുള്ളവരാണോ ഇഷ്ടികക്കട്ടയാണോ അങ്ങനെ എന്താണോ കൊടുത്തേക്കുന്നത് അത് നിങ്ങൾ ഞെക്കി കൊടുക്കുക. ഓക്കെ, അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇത് നമ്മുടെ വീടിൻ്റെ മേൽക്കൂര, അതായത് റൂഫിംഗ് എന്താണ് ചെയ്തേക്കുന്നതാണ്. റൂഫിംഗ് നമ്മൾ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് ആണ്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ ഓപ്ഷനിലേക്ക് നമ്മൾ ഇതിനകത്ത് ഓപ്ഷൻ കാണുന്നുണ്ട്, ആ ഓപ്ഷനിലേക്ക് നമ്മൾ കോൺക്രീറ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുന്നത്. നല്ലതാണോ, താമസിക്കാൻ പറ്റുന്നതാണോ, അതോ ജീർണിച്ചതാണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നല്ലതെന്ന് കൊടുക്കുക. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. വേണം എന്ന് കൊടുത്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ 3ാമത്തെ സെറ്റിലേക്ക് പോവുകയാണ്. അതിനകത്ത് നമ്മുടെ കുടുംബത്തിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. അപ്പോൾ കുടുംബത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കുന്ന എത്ര പേരുണ്ട്, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട്, അതായത് അവർ വെളിയിലാണെങ്കിൽ അത് കൊടുക്കരുത്, മക്കളൊക്കെ വെളിയിലുള്ളവരുണ്ടാവുമല്ലോ. പക്ഷേ ആ വീട്ടിൽ ഇപ്പോൾ കറൻ്റ്ലി എത്ര പേര് താമസിക്കുന്നുണ്ടോ ആ നമ്പർ അതിനകത്ത് കൊടുക്കുക. പിന്നെ കുടുംബനാഥൻ്റെയോ നാഥയുടെ പേര് നമ്മൾ ഓൾറെഡി നേരത്തെ കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഓൾറെഡി അതിനകത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നാഥനോ നാഥയുടെ പേര്, ആരുടെ പേരാണോ കൊടുത്തിരിക്കുന്നത് അവരുടെ പേര് നമ്മൾ തിരഞ്ഞെടുത്ത ഭാഷയിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്തത് മലയാളമായിരുന്നല്ലോ, അപ്പോൾ മലയാളത്തിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ മലയാളത്തിൽ വന്നോളൂ. നമ്മുടെ ഫോണിൽ ഒരു മലയാളം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി, എളുപ്പമാണ്. അത് അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾ ഫോണിലല്ല ലാപ്ടോപ്പിലൊക്കെ ആണെങ്കിലും അതിനകത്ത് നമുക്ക് മംഗ്ലീഷ് ആപ്പുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിനകത്ത് എൻ്റർ ചെയ്ത് അതിനകത്ത് ചേഞ്ചസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ആ ലിംഗഭേദം അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ ആണാണോ പെണ്ണാണോ നിങ്ങളുടെ കുടുംബം, അതായത് നിങ്ങൾ ആദ്യമേ കൊടുത്തിരിക്കുന്ന പേര് ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ അത് അവിടെ കൊടുക്കുക. അതിനുശേഷം അടുത്തത് നിങ്ങൾ പട്ടികജാതി പട്ടികവർഗം ആ കാറ്റഗറിയിലാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് മറ്റുള്ളവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീടിൻ്റെ ഉടമസ്ഥത അവകാശം
നമുക്ക് സ്വന്തമായിട്ടുള്ള വീടാണോ, നമ്മൾ വാടകയ്ക്കാണോ, അത് വേറെ ആരുടെയെങ്കിലാണോ എന്നാണ് ചോദ്യം. ഇതിപ്പോൾ സ്വന്തമായതുകൊണ്ട് ഞാൻ സ്വന്തം കൊടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചിരിക്കുന്നത് താമസിക്കാനുള്ള മുറികളുടെ എണ്ണം. നമ്മുടെ വീട്ടിൽ എത്ര മുറികളുണ്ട്, അതായത് മുറികളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബെഡ്റൂം ഉൾപ്പെടെ, നമ്മുടെ സിറ്റിംഗ് ഉൾപ്പെടെ, ഡൈനിങ് ഹാൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ്. നമ്മുടെ കിച്ചണും ഔട്ട്സൈഡ് വരാന്താസ് അതൊക്കെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം, അത് കൂട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ വീടിൻ്റെ അകത്തുള്ള നമ്മുടെ സിറ്റിംഗ് റൂമും നമ്മുടെ ഡൈനിങ് ഹാളും റൂമുകളും ബെഡ്റൂമും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള നിങ്ങൾക്ക് എത്ര റൂമുണ്ടോ ആ റൂമാണ് നമ്മളവിടെ മെൻഷൻ ചെയ്യേണ്ടത്. അതവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. പിന്നെ എത്ര ദമ്പതികളാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ഒരു വീട്ടിൽ എത്ര പേരുണ്ട്, ഒരു കപ്പിൾസ് എത്ര പേരുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് എന്നിട്ട് അടുത്തതിലേക്ക് സേവ് ചെയ്ത് അടുത്തതിലേക്ക് പോവുക. ഇനി അടുത്ത 4ാമത്തെ ഘട്ടമാണ് കുടുംബത്തിൻ്റെ ലഭ്യമായ സൗകര്യങ്ങൾ. നമ്മുടെ ഫാമിലിക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, പൈപ്പ് കണക്ഷൻ ഉണ്ടോ, പ്രധാന വെള്ളത്തിൻ്റെ സ്രോതസ്സ് എന്താണെന്നാണ്, നമ്മൾ വാട്ടർ കണക്ഷൻ എങ്ങനെയാണ്, കിണറുണ്ടോ, പൈപ്പ് ലൈൻ ആണോ, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്കിവിടെ പൈപ്പ് ലൈൻ ആയതുകൊണ്ട് പൈപ്പ് ലൈൻ കൊടുത്തു. പിന്നെ കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സിൻ്റെ ലഭ്യത, നമ്മുടെ അടുത്ത് തന്നെയാണോ, പരിസരത്തിനകത്ത് അടുത്ത് തന്നെയാണോ, കുറച്ച് ദൂരമാണോ, അതോ അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ. അത് നമ്മുടെ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് അടുത്തുനിന്ന് കൊടുത്തു. നിങ്ങളുടെ എങ്ങനെയാണോ അങ്ങനെ കൊടുക്കുക. അടുത്ത വെളിച്ചത്തിൻ്റെ പ്രധാന സ്രോതസ്സ് നമ്മൾ വൈദ്യുതിയാണ്, അത് കൊടുത്തു. പിന്നെ കക്കൂസിൻ്റെ എങ്ങനെയാണ് ഉള്ളത്, നമ്മൾ കക്കൂസ് ഒരാൾക്ക് മാത്രമാണോ, നമ്മൾ ഷെയർഡ് ആണോ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ. നമ്മൾ സ്വന്തം ഉപയോഗത്തിന് വേണ്ടി മാത്രമാണ്, അതുകൊണ്ട് അങ്ങനെ കൊടുക്കുക. അത് പല ടൈപ്പ് ഉണ്ട്. ഈ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ നടക്കുന്ന ഒരു മാസമായിട്ട് നടക്കുന്ന ഒരു സെൻസസ് ആയതുകൊണ്ട് പല കാറ്റഗറി ഉണ്ട് ആൾക്കാർ. അപ്പോൾ അതിനനുസരിച്ച് പല പല കാറ്റഗറീസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ വെളിയിലേക്ക് നമ്മൾ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്നവരുണ്ട്, പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടും ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടോയ്ലറ്റിൻ്റെ അത് എങ്ങോട്ടാണ് നമ്മുടെ പൈപ്പ് കണക്റ്റഡ് എന്നാണ് ചോദിക്കുന്നത്. സെപ്റ്റിക് ടാങ്കിലേക്കാണോ, അതോ സീവർ സംവിധാനമാണോ, അതോ വേറെ എന്തെങ്കിലും സംവിധാനമാണോ, നമ്മുടെ ഏതാണോ കൊടുത്തേക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെപ്റ്റിക് ടാങ്ക് ആണെങ്കിൽ സെപ്റ്റിക് ടാങ്ക് കൊടുക്കുക, അല്ല മറ്റുള്ള എന്തെങ്കിലും ആണെങ്കിൽ അത് നിങ്ങളുടെ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ അതനുസരിച്ച് ടിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അഴുക്ക് വെള്ളങ്ങൾ എങ്ങനെയാണ് നമ്മൾ ബന്ധിപ്പിച്ചേക്കുന്നതാണ്, മൂടിയ ഡ്രെയിനേജ് ആണോ, തുറന്ന ഡ്രെയിനേജ് ആണോ, അത് വേറെ എന്തെങ്കിലും സംവിധാനമാണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളിവിടെ മൂടിയ ഡ്രെയിനേജിലൂടെയാണ് നമ്മുടെ അഴുക്ക് വെള്ളമൊക്കെ പോകുന്നത്. പിന്നെ പരിസരത്ത് ലഭ്യമായ കുളിക്കുവാനുള്ള സൗകര്യം, കുളിമുറിയുണ്ട്, അതുകൊണ്ട് കുളിമുറി കൊടുക്കുവാണ്. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ എന്തുവാണോ ഉള്ളത് അതനുസരിച്ച് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അടുത്തത് നമ്മുടെ കണക്ഷൻ ഏതാണ്, നമ്മുടെ LPG കണക്ഷന് ലഭ്യത എങ്ങനെയാണ് ഉള്ളതാണ് ചോദിക്കുന്നത്. അത് നമ്മൾ പാചകം ചെയ്യുന്ന മെത്തേഡാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ LPG കണക്ഷനാണ്. നമുക്ക് LPG കണക്ഷൻ ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യന്, ഉണ്ട് എന്നാണ് കൊടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാചകത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം ഏതാണെന്ന് ചോദിക്കുന്നത്. നമ്മൾ LPG ആണോ, അതോ വിറകാണോ. ഇപ്പോൾ വിറകും LPGയും ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അല്ലേ. അപ്പോൾ വിറകാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, വിറക് നിങ്ങൾക്ക് കൊടുക്കാം. അല്ല LPG നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് LPG തന്നെ കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇതാണ്, അതാണ് കൊടുക്കേണ്ടത്. ഇനി അടുത്തതിലേക്ക് പോകാൻ നമുക്ക് സേവ് ചെയ്യുക. ഈ ഫാമിലിക്ക് കൈവശമുള്ള ആസ്തികൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. നമുക്ക് റേഡിയോ ഉണ്ടോ എന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റേഡിയോ ട്രാൻസ്മിറ്റർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് നേരത്തെ ഉള്ളവരുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ട്, റേഡിയോസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മിക്കവരും മൊബൈലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഉള്ളവർക്ക് അത് കൊടുക്കാം, അല്ല മൊബൈലിലൊക്കെയാണ് റേഡിയോ കേൾക്കുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇവിടെ പിന്നെ ടെലിവിഷൻ ഉണ്ടോ, കേബിൾ കണക്ഷൻ മാത്രമാണോ, അതോ ദൂരദർശൻ മാത്രമാണോ എന്നാണ് ചോദിക്കുന്നത്. കേബിൾ കണക്ഷനാണ്, കേബിൾ കൊടുത്തേക്കുന്നു. പിന്നെ ഇൻ്റർനെറ്റിൻ്റെ ലഭ്യത, നമ്മൾ ഉപയോഗിക്കുന്നത് നെറ്റ് ഉപയോഗിക്കുന്നത് ലാപ്ടോപ്പിലും മൊബൈലിലും അതിൻ്റെ അകത്ത് ഏതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മൊബൈലിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ മൊബൈലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് മൊബൈലിൽ നിന്ന് കൊടുത്തേക്കുന്നത്. ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഉണ്ടോ, ഉണ്ട്. പിന്നെ അടുത്തത് ടെലിഫോൺ, നമുക്ക് ലാൻഡ് ഫോൺ, മൊബൈൽ ഫോൺ എല്ലാം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ലാൻഡ് ഫോൺ മാത്രമാണോ, മൊബൈൽ മാത്രമാണോ, അത് രണ്ടും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പണ്ടൊക്കെ നമുക്ക് ലാൻഡ് ഫോണൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ, അതൊക്കെ കുറഞ്ഞിരിക്കുന്നു. ഇവിടെ സ്മാർട്ട് ഫോൺ മാത്രമാണ്, അത് സെലക്ട് ചെയ്തു. പിന്നെ സൈക്കിൾ, സ്കൂട്ടർ ആ കാറ്റഗറിയിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. രണ്ടും ഉണ്ടോ, അതോ സൈക്കിൾ മാത്രമാണോ, സ്കൂട്ടർ മാത്രമാണോ, അത് കൊടുക്കുക. പിന്നെ കാറ് ഏതൊക്കെയാണ് ഉള്ളത്, ഉണ്ടോ ഇല്ലയോ, ഉണ്ട്. പിന്നെ കുടുംബത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്ന ധാന്യം, ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അരി ആയതുകൊണ്ട് അരി ക്ലിക്ക് ചെയ്യുക. അതും എന്നിട്ട് നമുക്ക് സേവ് ചെയ്ത് അടുത്തതിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ എൻ്റർ ചെയ്ത സാധനങ്ങൾ ഒരു പ്രിവ്യൂ ആണ് വരുന്നത്. അത് നമ്മൾ എൻ്റർ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് നമുക്ക് ഒന്നും കൂടെ ഒന്ന്
ചെക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് സ്ക്രോൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. നമ്മൾ ഇപ്പോൾ 6 കാര്യങ്ങൾ 6 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്തത്. ഓരോ സ്റ്റെപ്പിൻ്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഒന്നും കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ ആണെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഓക്കെ കൊടുക്കുക. സ്ഥിരീകരിച്ച് സമർപ്പിക്കുക, പച്ച കൊടുക്കുക. അല്ല എഡിറ്റിംഗ് വല്ലതും ഉണ്ടെങ്കിൽ ആ ലെഫ്റ്റിലേക്ക് ഒരു ആരോ ഉണ്ടോ വൈറ്റ് ബോർഡ്, അതിനൊക്കെ എന്നിട്ട് ഏതിലാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളത് അതിൽ പോയി എഡിറ്റ് ചെയ്യുക. അല്ല ഒന്നും എഡിറ്റ് ചെയ്യാനില്ല, എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് പച്ച കൊടുത്ത് അപ്പോൾ അത് എൻ്റർ ആയിക്കോളും, സേവ് ആയിക്കോളും. അത് കഴിയുമ്പോഴത്തേന് ഇങ്ങനൊരു മെനു ആണ് വരുന്നത്. അന്തിമ സമർപ്പണം അത് റെക്കോർഡ് ആവുകയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഓക്കെ കൊടുക്കുക, വേണം റെക്കോർഡ് ആക്കിക്കൊള്ളാൻ പറയുക, വേണമെന്ന് പറയുക. അപ്പോൾ പച്ച ഞെക്കുക, അപ്പോൾ അത് റെക്കോർഡായിട്ടുണ്ട്. റെക്കോർഡായി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് ലാസ്റ്റ് വരുന്നത്. എച്ച് വെച്ചുള്ള 11 അക്ക നമ്പറാണ് വരുന്നത്. അപ്പോൾ ഈ 11 അക്ക നമ്പർ നമുക്ക് മെസ്സേജ് ആയിട്ടും വരും. നമ്മുടെ ഫോണിൽ മെസ്സേജ്, അതാണ് നമ്മൾ മെസ്സേജ് OTPയും കാര്യങ്ങളും വരും. ആ നമ്പർ സേവ് ചെയ്ത് വെക്കണം, നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ ആയിരിക്കണം എന്ന് പറയുന്നത്. ഈ എച്ച് എന്ന നമ്പർ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എല്ലായിടത്തും എഴുതിയും വെക്കുക. കാരണം ഈ നമ്പറാണ് നമുക്ക് സെൻസസിന് ഭാഗമായിട്ട് നമ്മുടെ വീടുകളിൽ എന്യൂമറേറ്റേഴ്സ് വരുമ്പോൾ അവരുടെ കയ്യിൽ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ പണിയും എളുപ്പമായി, അവർക്കും ഈസിയായി അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യുക. ഇത് പതിവ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചെയ്യാത്തവരെല്ലാവരും ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.